എല്ലാവർക്കും നിന്നെ വലിയ കാര്യമാണല്ലോ. സ്ഥിരം കഷ്ടകാഴ്ചയൊക്കെ സോപ്പിട്ട് നിർത്തിയിരിക്കല്ലേ? സോപ്പിടൊന്നും വേണ്ട. മനസ്സ് തുറന്ന് ആൾക്കാരോടൊന്ന് ചിരിച്ചാ മതി. അവർക്ക് നമ്മളെ ഇഷ്ടായിക്കോളും. ആ, ഇങ്ങനെയാ പോകുന്നെങ്കിൽ നീ എനിക്കൊരു കാർ കൂടെ വാങ്ങിച്ചു തരും. ദേ, ഒന്നല്ല 10 കാറാ എന്റെ ലക്ഷ്യം. കൊതിപ്പിക്കില്ലേ രേവതി? ദേ അവിടെ നിർത്തിക്കേ സച്ചേട്ടാ. എന്തിനാ? എന്ത് പറ്റി? ഒന്നും പറ്റിയില്ല. നമ്മളെ കറങ്ങാൻ വന്നതല്ല, പൂവ് എടുക്കാൻ വന്നതാ. ഞാൻ ആ കടയിൽ പൂവ് എടുത്തിട്ട് വരാം. ആ ശരി. ദേ ഇവിടെ. അയ്യോ മോളെ, ഇത് എന്തോ പറ്റി? ഒന്നുമില്ല ചേച്ചി, ഒന്ന് വീണതാ. എന്താ മോളെ, ശ്രദ്ധിക്കണ്ടേ ഇതൊക്കെ? ദാ ചേച്ചി മാല. ശരി എന്നാ. ശരി മോളെ. ദേ ഈ ബാൻഡേജ് വേഗം അഴിക്കണം കേട്ടോ. ആൾക്കാരോടൊക്കെ മറുപടി പറഞ്ഞു ഞാൻ മടുത്തു. എന്ത് പറ്റി? ഇവിടെ നിന്ന് ചോദിച്ചാ? പിന്നല്ലാതെ. നീ എന്ത് മറുപടി പറഞ്ഞു? 3 മറുപടി സ്റ്റോക്കുണ്ടല്ലോ. 1 സ്കൂട്ടറിൽ നിന്ന് വീണു, 2 പഴത്തുള്ളി ചവിട്ടി വീണു, 3 സ്കൂട്ടർ നിർത്തിയപ്പോ പഴത്തുള്ളി ചവിട്ടി വീണു. ഇതിലേതാ നീ ഇവിടെ പറഞ്ഞു? വീണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. സച്ചേട്ടൻ കൂടെ വന്നത് നന്നായി. പൂക്കളൊക്കെ വേഗം വിറ്റ് കിട്ടി. ഞാൻ കൂടെ വരാന്ന് പറഞ്ഞപ്പോ നീ വരണ്ടെന്നല്ലേ ആദ്യം പറഞ്ഞു? സച്ചേട്ടൻ കൂടെ വരുന്ന സന്തോഷമുള്ള കാര്യല്ലേ. സച്ചേട്ടൻ ഒരു ജോലി ഉണ്ടല്ലോ, അതാ നീ വരണ്ടാന്ന് പറഞ്ഞു. ഈ ഒരു അവസ്ഥയിൽ നിന്നെ ഒറ്റയ്ക്ക് എനിക്ക് ഇവിടെ മനസ്സ് വരെ രേവതി. ജോലിയല്ല വലുത്, എല്ലാത്തിനേക്കാളും എനിക്ക് വലുത് നീയാ. ഓഹോ, എന്തൊരു സ്നേഹം. പിന്നെ എനിക്ക് എന്നോട് സ്നേഹമില്ലേ? പിന്നെ ഉണ്ടേ. മറ്റുള്ളവർക്ക് അസൂയ തോന്നും വിധം സ്നേഹമുണ്ട്. അങ്ങനെ വേണം. അല്ല, ഇനി ഇവിടെയൊക്കെ പൂ കൊടുക്കണ്ട്. ഒരു ടീ ഷോപ്പിൽ കൂടെ കൊടുത്താൽ തീർന്നു. നേരെ വിട്ടാ മതി. അപ്പൊ അവിടെ ചായ കുടിച്ചിട്ട് വീട്ടിൽ പോകാല്ലേ? പിന്നല്ലാതെ. പെട്ടെന്ന് കുടിക്ക്, സമയായി. ബെല്ലടിക്കുന്ന കോളേജിൽ എത്തണം. എക്സാം എടുക്കല്ലേ, ക്ലാസ് മിസ്സായ പ്രശ്നം. ചേട്ടാ, ശരത്ത് എന്റെ കൂടെ ആയിരുന്നപ്പോ കയ്യിൽ കാശുണ്ടായിരുന്നു. തോന്നുമ്പോ ബിയറും വിസ്കിയും ഒക്കെയാ കുടിച്ച്. ഇപ്പൊ ചായ കുടിക്കുന്നു. അവരിനി നമ്മളെ കൂടെ വരും തോന്നുന്നില്ല. നീ പോയി അവൻ കുടിച്ച ചായയുടെ കാശ് കൊടുത്തരോ? അവരിപ്പോ നമ്മൾ ആളല്ലല്ലോ ചേട്ടാ, പിന്നെ തന്നെ കാശ് കൊടുക്കുന്നേ? പറയുന്നേക്കടാ. ശരത്തെ, കാശ് ഞങ്ങൾ കൊടുത്തോ? എത്രയായി? നീ എന്തിനാ കൊടുക്കുന്നേ? കാശ് കൊടുക്കാൻ ഞാൻ പറഞ്ഞോ? ഞങ്ങൾ കൊടുത്തത് എന്താടാ? അതിന്റെ ആവശ്യമില്ല. നിങ്ങളെ ചെല്ല്. ചേച്ചി, കാശ് ഞാൻ തന്നോളാം, ഇവരെന്ന് മേടിക്കണ്ട. ശരത്തെ, ആന്റണി ചേട്ടനാ കാശ് കൊടുക്കാൻ പറഞ്ഞേ. എന്താ ചേച്ചി കാശ്? അതെ, നിങ്ങളെക്കാൾ മുന്നേ എനിക്ക് അവനെ അറിയാം. അവന്റെ കൂടെ നിന്നില്ലെങ്കിൽ ചായ കുടിക്കാനുള്ള കാശ് പോലും കയ്യിലുണ്ടാവില്ലെന്ന്. നിങ്ങളുടെ കയ്യിൽ കാശ് തന്നു വിട്ട് പറയാതെ പറയുക അവൻ. അവന്റെ ഒരു ഔദാര്യം എനിക്ക് വേണ്ട, അവന്റെ ജോലിയും വേണ്ട. ഞാൻ നന്നായി പഠിച്ച് ജോലി വാങ്ങിക്കും. മേലിൽ എന്റെ മുന്നിൽ വന്ന് സീൻ ഉണ്ടാക്കരുതെന്ന് പറഞ്ഞേക്കും. ഇവൻ നമ്മുടെ കയ്യിൽ നിന്ന് പോയി. ഞാൻ പറഞ്ഞില്ലേ അപ്പോഴേ. ചേച്ചി 2 ചായ എടുത്ത്. ചേട്ടാ കേട്ടടാ, എത്ര കാലം അവനിങ്ങനെ പോവെന്ന് നോക്കാം. അവന്റെ അഹങ്കാരം ഞാൻ തീർക്കുന്നുണ്ട്. ആന്റണി, പറയാന്റണി. ശ്രുതി, ഞാൻ പറഞ്ഞ കാര്യം എന്തായി? സച്ചിയുടെ ഫോണിൽ നിന്ന് വീഡിയോ എടുത്തോ? ഇല്ല, വീഡിയോ എടുക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അത്ര പെട്ടെന്ന് സച്ചിയുടെ ഫോൺ കൈക്കലാക്കാനൊന്നും കഴിയില്ല. എനിക്ക് കുറച്ചുകൂടെ സമയം വേണം. എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ എത്ര സമയം വേണമെങ്കിലും വെയിറ്റ് ചെയ്യാം. വൈകുന്നത്ര നിനക്കാണ് പ്രശ്നം. പെട്ടെന്ന് കാശ് തരണമെന്നല്ലേ നവീൻ ദാസ് പറഞ്ഞേക്കുന്നത്. അവനെ പൊക്കണ്ടേ? വേണം. ആ ശല്യം ഒഴിവാക്കിയേ പറ്റൂ. ഇത്രയും പെട്ടെന്ന് തന്നെ സച്ചിയുടെ ഫോണിൽ നിന്ന് ആ വീഡിയോ എടുത്ത് ഞാൻ നിനക്ക് അയച്ചു തരാം. പെട്ടെന്ന് അയച്ചു തന്നത് നിനക്ക് കൊള്ളാം. ഇന്ന് തന്നെ അവന്റെ ഫോണിൽ നിന്ന് വീഡിയോ എടുക്കാൻ നോക്ക്. ശരി. ഇങ്ങനെയെങ്കിലും മൊബൈൽ കൈക്കലാക്കണം. ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. ശ്രുതി, നീ എന്താ ആലോചിക്കുന്നത്? അല്ല, എന്ത് പറ്റി? സാധാരണ രാവിലെ ജോലിക്ക് പോകാൻ എന്നെക്കാൾ ഉത്സാഹം നിനക്കാണല്ലോ. ഇന്ന് നീ റെഡി ആയിട്ട് പോലും ഇല്ല. അത് വല്ലാത്തൊരു തലവേദന. എന്നാ ഒരു കാര്യം ചെയ്യ, നീ ഇന്ന് വരണ്ട. അയ്യോ, അത് വേണ്ട, ഞാൻ പെട്ടെന്ന് റെഡിയാക്കോളാം. ഇപ്പൊ വരാം. ശ്രുതി, നീ ഇങ്ങനെ മൂഡൌട്ടായിട്ട് വന്നാ എന്താണെന്നറിയില്ല, എന്റെ വർക്കിലുള്ള കോൺഫിഡൻസ് അങ്ങ് പോകും. നോക്ക്, ഒരു കാര്യം ചെയ്യ, നീ ഇന്ന് വരണ്ട. ശ്രുതിക്കെന്താ കട തുറന്നിട്ടിട്ട് വേറെ വല്ലയിടത്തും ചുറ്റാൻ പോകാനുണ്ടോ? ശ്രുതി, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? അല്ല പിന്നെ പറച്ചിലായിട്ട് അങ്ങനെ തോന്നുമല്ലോ. ശ്രുതി, നിന്റെ മുഖം ഒന്ന് കറുത്ത, നീ ഒന്ന് കരഞ്ഞ. എന്റെ ചങ്ക് പറയുന്നത് അത് ഞാൻ മാത്രമേ അറിയാറുള്ളൂ. നിന്നെ ഞാനൊന്നും അറിയിക്കാറില്ല. ശ്രുതി, ഞാൻ അങ്ങനെ പറഞ്ഞല്ല. എങ്ങനെ പറഞ്ഞതായാലും അത് എന്റെ നെഞ്ചൊന്ന് വേദനിച്ചു. ശ്രുതി ഇങ്ങനെ സങ്കടപ്പെടല്ലേ. എനിക്ക് വിഷമം പറയാനും സങ്കടപ്പെടാനും ശ്രുതിയല്ലാതെ വേറെ ആരാ ഉള്ളത്? പോട്ടെ, ഞാൻ പോയി പെട്ടെന്ന് റെഡി ആയിട്ട് വരാം. അപ്പോഴേക്കും ഡ്രസ്സൊക്കെ ചെയ്ത് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് നിൽക്ക്. പാവം, ശ്രുതി വല്ലാതെ വിഷമിച്ചു. ഇന്ന് നല്ലൊരു ട്രീറ്റ് കൊടുക്കണം, ശ്രുതിയുടെ വിഷമം മാറണം. എന്താ ഞാനിങ്ങനെ അറിയാതെ ചൂടായി പോകുന്നേ? ആ വീഡിയോ കിട്ടാതെ എന്റെ ഉദ്ദേശങ്ങൾക്കൊന്നും ഒരു നീക്കുപോക്കുണ്ടാവില്ല. സുനിലേട്ടാ, പോ. തലക്കെന്ത് പറ്റി? അത് സുനിലേട്ടാ, ഇവിടെ പഴത്തുള്ളി ചവിട്ടി വീണതാ. ചെറിയൊരു മുറിവ് പറ്റി, അതാ ബാൻഡേജൊക്കെ. സച്ചി, അല്ല, നമുക്കൊരു ചായ കുടിക്കണ്ടേ? സുഹൃത്തെ 2 ചായ. എനിക്ക് വടം വല്ലതും വേണം കഴിക്കാൻ. എനിക്ക് വടയൊന്നും വേണ്ട. ഇവിടെ പൂരി മസാല ഉണ്ടോന്ന് ചോദിക്കും. കളിയാക്കല്ലേ, അത് ഞാൻ പുറത്തുനിന്ന് കഴിക്കാറില്ല. നീ ഉണ്ടാക്കുന്നതേ കഴിക്കും. നീ ഉണ്ടാക്കുന്നതിന്റെ ടേസ്റ്റ് വേറെ എവിടെയും കിട്ടത്തില്ല. നല്ല സന്തോഷത്തില രണ്ടുപേരും. ഈ സന്തോഷം അധിക കാലം ഉണ്ടാവില്ല. അവനെ സന്തോഷത്തോടെ കഴിയാൻ ഈ ആന്റണി അനുവദിക്കില്ല. 1-2 തവണയല്ലേ, പല തവണ അവൻ ചേട്ടനെ അടിച്ചു. ഒരടി പോലും തിരിച്ചു കൊടുത്തില്ലല്ലോ. നാണക്കേടാ, അവൻ എന്തെങ്കിലും ചെയ്യണം. കാര്യമായിട്ട് തന്നെ കൊടുക്കണം. ശ്രുതി അവന്റെ ഫോണിൽ നിന്ന് വീഡിയോ എടുത്ത് തരട്ടെ. കൈ കൊണ്ട് കൊടുക്കുന്നതിനേക്കാൾ നല്ല അടി കൊടുക്കും. അവന് മാത്രമല്ല അവക്കും. ഈ പറയുന്നല്ലാതെ ഈ ശ്രുതി വീഡിയോ എടുത്ത് തരുന്നില്ലല്ലോ. എപ്പ കിട്ടുമെന്നും അറിയില്ല. ഇത് നല്ല അവസരം. അടുത്ത് കിട്ടിയിരിക്കുക 2 എന്തെങ്കിലും ചെയ്യണം. നീ പറയുന്നേക്ക് ശരിയാ, എന്തെങ്കിലും ചെയ്തേ പറ്റും. ഇപ്പൊ ഒരു അവസരം കിട്ടിയിരിക്കുക. വണ്ടിയിലല്ലേ രണ്ടും കൂടെ പോകുന്നത്. കാറിൽ പുറകെ ചെന്ന് ഇടിച്ചു വീഴ്ത്താം. നടന്നത് ഒരു ആക്സിഡന്റ് ആണെന്ന് എല്ലാരും കരുതും. അവര് രണ്ടുപേരും 2-3 മാസം ഹോസ്പിറ്റലിൽ കിടക്കണം. ആ പരുവത്തിലാക്കണം. സുനിലേട്ടാ, പോയില്ലേ കാശ്? ചായയുടെ കാശ് എടുത്തില്ലേ? എടുത്തു. ശരി. വണ്ടി ഇടറാ, ഒന്ന് വേഗം വിടറാ. ഇടിച്ചിട്ടോടാ അവരെ. ഇടിച്ചിട്ട് നിർത്തരുത് കേട്ടോ.
പെട്ടെന്ന് തന്നെ വിട്ടോണം. വേഗം പോണം. സച്ചിയുടെ കൂടെ ഉണ്ടാകുമ്പോഴുള്ള സന്തോഷം ഒന്ന് വേറെ തന്നെയാ. മരിക്കുമ്പോ സച്ചിന്റെ മടിയിൽ കിടന്ന് സച്ചിന്റെ കൈ പിടിച്ച് മരിക്കണമെന്ന് എന്റെ ആഗ്രഹം. വീക്കൊന്നാണല്ലോ എന്തൊക്കെ നീ പറയുന്നത്? എന്തോ അങ്ങനെ പറയണമെന്ന് തോന്നി, അതാ. മരണത്തെ കുറിച്ചല്ല സംസാരിക്കുന്നത്, ജീവിതത്തെ കുറിച്ചാ. ഓ മനസ്സിലായി. ഒന്ന് വേഗം സച്ചേട്ടാ, സച്ചേട്ടാ, ഇതങ്ങനെ വിട്ടാൻ പറ്റില്ല. അവരെ പോയി പിടിക്കണം. വേണ്ട സച്ചേട്ടാ, നിക്ക. അവരുടെ പുറകെ ഒന്ന് പോണ്ട. ജസ്റ്റ് മിസ്സാ. സ്കൂളിൽ പഠിച്ചില്ലായിരുന്നു നമ്മളെ പിടിച്ചനെ. സച്ചേട്ട വീട് ഏതെങ്കിലും കുടിയന്മാരായിരിക്കും, അതാ ഇങ്ങനെ പോയെ. സച്ചേട്ടൻ വെറുതെ പുറകെ ചെന്ന് പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. കുടിച്ചാൽ സ്റ്റഡിയായിട്ട് വണ്ടി ഓടിക്കണം. ഇങ്ങനെയല്ല വണ്ടി ഓടിക്കണ്ടേ? സച്ചേട്ടാ എന്താ ഈ ആലോചിക്കുന്നേ? അവൻ നമ്മളെ കരുതി കൂട്ടി ഇരിക്കാൻ നോക്കിയതാ. അവന്റെ വരവ് കണ്ടിട്ട് എനിക്കൊരു സംശയം. ഷോ, ഞാൻ പറഞ്ഞില്ലേ ഏതവനോ കുടിച്ചിട്ട് വണ്ടി ഓടിച്ചതായിരിക്കും, അതാ ഇങ്ങനെ. സച്ചേട്ടാ വണ്ടി എടുത്ത്. വണ്ടി എടുക്ക്. സച്ചേട്ടാ പെട്രോൾ അടിച്ച കാശ് എഴുതിയോ? സച്ചേട്ടൻ ഏത് ലോകത്താ? എന്തെങ്കിലും ആലോചിച്ചോണ്ടിരിക്കുന്നേ? ആക്സിഡന്റ് നടത്തി നമ്മളെ ആരോ കൊല്ലാൻ നോക്കിയതാ. ആന്റണി ആയിരിക്കും ഇതിന് പിന്നില്. സച്ചിൻ അതും ആലോചിച്ചോണ്ടിരിക്കുകയാണോ? അത് വിട്, നമുക്കൊന്നും പറ്റിയില്ലല്ലോ. ദേ പെട്രോൾ അടിച്ച കാശ് എഴുതിയായിരുന്നോ? എഴുതി 150 രൂപ. അപ്പൊ ഭക്ഷണം കഴിച്ചതോ? അതും എഴുതിയിട്ടുണ്ട്. അപ്പൊ ദേ എല്ലാ ചെലവും കഴിച്ച് ഇന്ന് ദേ 2500 രൂപ ലാഭം കിട്ടിയിട്ടുണ്ട്. എന്തോ എന്ന് നാട് മുഴുവൻ ഓടി തിരികെ വരുമ്പോ ക്ഷീണവും ഉത്സാഹക്കുറവും ഒക്കെ കാണും. എന്താന്നറിയില്ല, ഇന്നതില്ല. ഇന്നെന്ത് പറ്റി? ഇന്ന് സച്ചിൻ എന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ. എനിക്ക് സന്തോഷമായി. നമ്മളിതുവരെ ഇങ്ങനെ സ്കൂട്ടറിൽ ചുറ്റിക്കറങ്ങിയിട്ടില്ല. അപ്പൊ നാളെ എന്റെ കൂടെ വരുമോ? ആ പിന്നെ നാളെ എനിക്ക് വേറെ പണിയില്ലേ? എനിക്ക് നാളെ ജോലിക്ക് പോണം. ഞാൻ ചുമ്മാ പറഞ്ഞതാ. ഞാനേ ഈ കാശ് കുണ്ടിയിലെടുത്തെ. നിക്ക് അതിപ്പോ കുണ്ടിയിലൊന്നും ഇടണ്ട. അതെ, നമുക്കൊരു സിനിമയ്ക്ക് പോയല്ലോ. സിനിമയ്ക്കോ? ആ. അവന് വേണ്ട, ചുമ്മാ എന്തിനാ കാശ് കളയുന്നേ? കാശ് കളയുന്ന കിട്ടുന്ന കാശ് മുഴുവൻ കുണ്ടിയിലും ബാങ്കിലും ഇട്ടാ ഇടയ്ക്കൊക്കെ ഇതൊക്കെ വേണ്ടേ? നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കണം, ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ പോയി കാണണം, മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ബാക്കി കാണും. പിന്നീട് ഓർക്കാൻ എന്തെങ്കിലുമൊക്കെ വേണ്ടേ? നല്ല നല്ല ഓർമ്മകളും ഒരു സമ്പാദ്യമാണ് രേവതി. സച്ചേട്ടാ ഇതൊന്നും വേണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നമുക്ക് ജോലി അടിക്കേണ്ട സമയമല്ലേ ഇപ്പോഴത്തെ. സമയാവട്ടെ. സമയം നോക്കിയിരുന്ന ഒന്നും നടക്കൂല. നാളെ എന്താവുന്ന ആർക്കറിയില്ലല്ലോ. ഇന്ന് സന്തോഷത്തോടെ അടിച്ചു പൊളിച്ച് ജീവിക്കണം. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ അനുഭവിക്കണം. എൻജോയ് ചെയ്യണം രേവതി. ഒന്നും നാളത്തേക്ക് നീട്ടി വെക്കരുത്. കയ്യിൽ കുറെ കാശ് വരുമ്പോ നമുക്ക് എൻജോയ് ചെയ്യാം, ജോലി അടിക്കാം. ഇപ്പൊ അത് വേണ്ട. ആദ്യം ജീവിതത്തിൽ നല്ലൊരു നിലയിലെത്താൻ നോക്ക്. അതെ രേവതി, ഇപ്പൊ നമ്മൾ നല്ല നിലയല്ലേ ജീവിക്കുന്നത്? അല്ല, ഇപ്പോഴത്തെ ജീവിതത്തിൽ നീ തൃപ്തിയല്ലേ രേവതി? തൃപ്തിയൊക്കെ ഉണ്ട്, ഞാൻ ഹാപ്പിയാ. എത്ര നാള് നമ്മൾ ഈ ഹാളിൽ കിടക്കും? ഇവിടെ മറ്റെല്ലാവർക്കും മുറിയുണ്ട്, നമുക്ക് മാത്രമില്ല. ഇനിയിപ്പോ കിടക്കാൻ നേരെ തറയിൽ പാവിരിച്ച് കിടക്കണ്ടേ? എന്തൊരു കഷ്ടം. ഒരു സിനിമയ്ക്ക് പോലും പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാ. സച്ചേട്ടാ ഞാൻ പറഞ്ഞില്ലേ, സിനിമയ്ക്കൊക്കെ നമുക്ക് പോവാം പിന്നീട്. കല്യാണം കഴിഞ്ഞോടെ കൂട്ടിലിട്ട പോലായി. എന്റെ സ്വാതന്ത്ര്യം ഒക്കെ പോയി. ഓഹോ, അപ്പൊ ഞാൻ വന്നതോടെ സച്ചിന്റെ സ്വാതന്ത്ര്യം പോയില്ലേ? അതെ അതെ, പോയി. സച്ചിൻ എന്തിനാ ഇപ്പൊ സ്വാതന്ത്ര്യം ഇല്ലാതെ? മുമ്പൊക്കെ ഞാൻ ഇഷ്ടംപോലെ കാശ് ചെലവാക്കുമായിരുന്നു. ഇപ്പൊ അതിനുള്ള സ്വാതന്ത്ര്യം ഇല്ല. പിന്നെ കൂട്ടുകാരുടെ കൂടെ അവിടെ ഇവിടെയൊക്കെ കറങ്ങി നടക്കായിരുന്നു. മുമ്പൊക്കെ ആഴ്ചയിൽ ഒരു 3 വട്ടമെങ്കിലും ഞാൻ സിനിമ കാണുമായിരുന്നു. എനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ പോകും. കല്യാണം കഴിഞ്ഞോടെ കൂട്ടിലിട്ട പോലായി. എന്റെ സ്വാതന്ത്ര്യം ഒക്കെ പോയി. എന്നിട്ട് ഇഷ്ടത്തിന് എവിടെ വേണേലും പോവാം. എന്റെ ഇഷ്ടത്തിന് തിരിച്ചു വരാം. അല്ല, ഇപ്പൊ അത് പറ്റുന്നില്ല. എവിടെ പോയി, എന്തിനു പോയി, എങ്ങനെ പോയി എന്നൊന്നും മുമ്പ് ആരും ചോദിക്കില്ലായിരുന്നു. എന്തിനാ ചിരിക്കുന്നേ? എന്റെ സച്ചേട്ടാ 20-25 വയസ്സിലൊക്കെ ചോദിക്കാനും പറയാനും ആരുമില്ലെങ്കിൽ സ്വാതന്ത്ര്യമായിട്ട് തോന്നും. എന്നാ 60-65 വയസ്സാവുമ്പോ ആ സ്വാതന്ത്ര്യമൊക്കെ നമുക്ക് ശിക്ഷയായിട്ട് തോന്നും. കല്യാണത്തിന് ശേഷേ സ്വാതന്ത്ര്യം പോയിന്ന് മിക്ക ആണുങ്ങളും പറയും. എന്നാലേ അത് തെറ്റാ. ചെറിയൊരു നിയന്ത്രണം ഉണ്ടാവുന്നത് എന്തുകൊണ്ടും നല്ലതാ. എന്ത് നല്ലത്? മുമ്പൊക്കെ വെള്ളടിച്ചു വന്നാ അച്ഛൻ കുറച്ച് വഴക്ക് പറയായിരുന്നു. വേറെ ഒരു പ്രശ്നമില്ലായിരുന്നു. ആ കാലമൊക്കെ എന്തൊരു ജോലിയായിരുന്നു. പെട്ടെന്ന് നീ കയറി വന്നു. ഓ, അപ്പൊ ഇപ്പൊ ജോലി ഇല്ലായിരിക്കും. ഉണ്ട്. ഇത് വേറെ മാതിരി ജോലിയാണെന്ന് മാത്രം. എന്ത്? അല്ല, അപ്പൊ ഞാൻ അവിടെ കിടക്കട്ടെ. ഈ ജോലി കല്യാണം കഴിച്ചത് നന്നായി തോന്നുന്നതേ കുറച്ച് കഴിയുമ്പോഴാ. ഞാൻ സച്ചിന്റെ ജീവിതത്തിൽ വരുന്നതിന് മുമ്പേ സച്ചിൻ ഇങ്ങനെ ആയിരുന്നു. ഇപ്പൊ ആളാകെ മാറിയില്ലേ? അത് ശരിയാ, ഞാൻ ആകെ മാറി. അതിന് കാരണം നീയാ. ഇനി കല്യാണം കഴിച്ച ശേഷം സ്വാതന്ത്ര്യം പോയിന്ന് പറയോ?